ആയുസ്സുള്ളപ്പോ കയറി ചെല്ലാൻ, ഒന്ന് കൈ പിടിക്കാൻ, ഒന്ന് ലോക്യം പുതുക്കാൻ എന്തിനാ മനുഷ്യരെ നമുക്ക് മടി? നമ്മൾ അത്രമാത്രം വലിയമാരായിപ്പോയോ? അല്ലാഹു തആല നമ്മളോട് പൊറുക്കുന്നില്ലേ, ക്ഷമിക്കുന്നില്ലേ? ഒരുപാട് പാപത്തിന്റെ സാഗരം ചെയ്തിട്ടും അള്ളാഹു നമ്മളോട് കാരുണ്യം കാണിക്കുന്നില്ലേ? നട്ടപ്പാതിര നേരത്ത് 12 മണി വരെ TV കണ്ട് അർദ്ധമയക്കത്തിന്റെ കണ്ണുമായി തോന്നിവാസ തുള്ളലുകളും കണ്ട് കിടക്കുമ്പോ, വയറു നിറഞ്ഞ ഭക്ഷണത്തോടെ കിടക്കുമ്പോ അള്ളാഹ് ആ ആമാശയം ദഹിപ്പിച്ചു തന്നിട്ടില്ലേ? നേരം വെളുക്കുമ്പോഴേക്കും ആവശ്യമുള്ളത് വിസർജ്യ ഭാഗത്തേക്കും ആവശ്യമുള്ളത് ശരീരത്തിന്റെ പല ഭാഗത്തേക്കും അള്ളാഹ് നമുക്ക് ദഹിപ്പിച്ചു തന്നിട്ടില്ലേ? നേരം വെളുക്കുന്ന സമയത്ത് കിടക്കപ്പായയിൽ നിന്നും ആഞ്ഞു വലിക്കാൻ ശ്വാസം റബ്ബ് തന്നിട്ടില്ലേ? ആ അള്ളാഹ് നമ്മളോട് പൊറുത്തിട്ടില്ലേ? അള്ളാഹ് നമ്മളോട് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലേ? അള്ളാന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂൽ പോലും മനുഷ്യ സമുദായത്തോട് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലേ? ഒരിക്കൽ ഗനീമത്ത് സ്വത്ത്, യുദ്ധസ്വത്ത് വീതിച്ചു കൊടുക്കുമ്പോ ഒരു സഹാബിക്ക് കൊടുത്തത് അല്പം കുറഞ്ഞുപോയി. ഉടനെ അദ്ദേഹം തന്റെ ആളുകൾക്കിടയിൽ നിന്ന് 1000 സഹാബത്ത് കൂടി നിൽക്കുമ്പോ റസൂലുള്ളാന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, മുഹമ്മദേ, നിന്റെ വാപ്പാന്റെ മുതലൊന്നും അല്ലല്ലോ നീ ഇങ്ങനെ കണക്കാക്കി കൊടുക്കാൻ? തിരുദൂതൻ തിരിച്ചു പുഞ്ചിരിയോടെ പറഞ്ഞു, എന്റെ വാപ്പാന്റേതായിരുന്നെങ്കിൽ നീ ആഗ്രഹിക്കുന്നത്ര ഞാൻ തരുമായിരുന്നു. അള്ളാഹ് പൊറുത്തിട്ടുണ്ട്, വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. അള്ളാന്റെ പ്രവാചകൻ പൊറുത്തിട്ടുണ്ട്, വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. മരിക്കുന്നതിന്റെ തലേ ദിവസം 2 ദിവസം മുൻപ് മദീനത്തെ പള്ളിയിൽ വന്ന് അള്ളാന്റെ തിരുദൂതൻ എല്ലാവരോടും നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട് യാത്ര ചോദിച്ച് പൊരുത്തം വാങ്ങിയിട്ടുണ്ട്. ആ റസൂലിനേക്കാൾ, ആ അള്ളാഹിനേക്കാൾ വലുതാണോ ഞാനും നിങ്ങളും? പിന്നെന്തേ നമുക്ക് തോൽക്കാൻ ഒരു മടി? പിന്നെന്തേ കുടുംബ ബന്ധം കൂട്ടിച്ചേർക്കാൻ ഒരു മടി? അവസാനം മരിച്ച് മണ്ണോട് ചേരുന്നതിന്റെ മുൻപ് പള്ളിയിൽ കൊണ്ടുവച്ച നമ്മളെ മയ്യത്തിന്റെ തലക്കും ഭാഗത്ത് നിൽക്കുന്ന മക്കൾ ചോദിക്കണം നമുക്ക് വേണ്ടി പൊരുത്തം. മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ മയ്യത്തിന്റെ അരികിൽ നിന്ന് ഇതുപോലത്തെ ഒരു മൈക്ക് കൈമൽ കിട്ടുമ്പോ ചില മക്കളുണ്ട് ഹൃദയം പൊട്ടി നെഞ്ചുപൊട്ടി കണ്ണീരോടെ പറയുന്ന ഒരു വാക്ക്, എന്റെ വാപ്പ, എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ ആരോടെങ്കിലും വല്ലതും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബർ വിചാരിച്ച് നിങ്ങളത് പൊരുത്തപ്പെട്ടു കൊടുക്കണേന്ന്. അങ്ങനെ ചോദിക്കാൻ ആരാ സമുദായമെ പഠിപ്പിച്ച്? ഇസ്ലാമിക ലോകത്ത് അങ്ങനെ ഒരു ചോദ്യമല്ല.